ഇപ്പോൾ ഈ പാനൽ ബോർഡിൻ്റെ പണി ഏകദേശം പൂർത്തിയായി. അതിന് കണക്ഷൻ മാത്രം കൊടുത്താൽ മതി. ബാക്കി സ്വിച്ചുകളെല്ലാം യഥാസ്ഥലത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സ്വിച്ച്, ഇൻഡിക്കേറ്റർ, അതേപോലെ തന്നെ സ്പീഡ് വേരിയബിൾ ഇതെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടാണ്. ഇതിൽ 2 പ്ലഗ് ഫിറ്റ് ചെയ്ത്. ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാനിത് ജനറലായി, അതായത് ഇതിൽ എന്ത് വേണോ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് സ്പീഡ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടുന്ന ഏത് ഉപകരണം വേണമെങ്കിലും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ തന്നെ ചെയ്തത്. അല്ലെങ്കിൽ ആ വയർ മാത്രം ഇതിനകത്തൂടെ എടുത്താൽ മതിയായിരുന്നു. ഇത് നമുക്ക് പ്ലഗ് ആ പിൻ കട്ട് ചെയ്ത് അത് തന്നെ ഏത് വേണോ ഉപകരണം നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മിക്സർ ഗ്രൈൻഡർ ഉണ്ടല്ലോ, വെറ്റ് ഗ്രൈൻഡർ ഉണ്ടല്ലോ. ആ വെറ്റ് ഗ്രൈൻഡറിൽ ചില പിന്നെ സാധനങ്ങളൊക്കെ ഇടുമ്പോൾ അത് കുറേ സമയം നമ്മളിങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് വരുമ്പോൾ ചൂടാകും. അപ്പോൾ ചൂടാവുന്ന സമയത്ത് അതിൻ്റെ സ്പീഡ് കുറച്ച് കൊടുക്കണം. അപ്പോൾ സ്പീഡ് കുറയ്ക്കുന്ന ഒരു ഗ്രൈൻഡർ ഇപ്പോൾ ഇല്ല. അപ്പോൾ അങ്ങനെ ആ ഗ്രൈൻഡർ ഇതിൽ കണക്ട് ചെയ്താലും നമുക്ക് സ്പീഡ് കുറച്ച് അതിനെ അതിനകത്തിട്ടിരിക്കുന്ന ഭക്ഷണപദാർത്ഥത്തെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. പക്ഷേ സ്പീഡ് ഒരുപാട് കുറയ്ക്കാൻ പറ്റില്ല കേട്ടോ. ഏതൊരു മോട്ടറിനും ഒരു മിനിമം സ്പീഡ് പറഞ്ഞിട്ടുണ്ട്. ആ സ്പീഡിനകത്ത് നിർത്താനേ പറ്റുള്ളൂ. ഏറ്റവും കൂടിയ സ്പീഡിൽ നിന്നും പിന്നെ ചൂട് കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു അല്പമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉപകരണം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഫാനിൻ്റെ സ്പീഡ് നമ്മുടെ അനുയോജ്യമായ രീതിയിൽ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ മിക്സിയുടേത് ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലൈറ്റ് ഡിമ്മും ബ്രൈറ്റും ആക്കാനായിട്ട് നമ്മുടെ റൂമിൽ ലൈറ്റ് അത്യാവശ്യം ഡിമ്മായിരുന്നാൽ മതിയെങ്കിൽ ഇതിലൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഡിം ചെയ്യാനും ബ്രൈറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ബാക്കി ഇതിൻ്റെ കണക്ഷനൊക്കെ കാണിച്ചിട്ട് ഞാൻ ആ ഉപകരണങ്ങൾ ഓരോന്നും പ്രവർത്തിക്കുന്നത് വീഡിയോയിലൂടെ കാണിച്ചു തരാം.